ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത് നമ്മളിൽ പലർക്കും ഇഷ്ടമുള്ളതും എന്നാൽ നമ്മളിൽ പലർക്കും ഇഷ്ടമില്ലാത്തതുമായ ഒരു വിഭവമാണ് സ്നെയിൽസ് ഫ്രൈ, ഒച്ച് ഫ്രൈ. എന്നാൽ ഇതിൽ ധാരാളം പ്രോട്ടീൻസ്, മിനറൽസ്, അയൺ ഒക്കെ അടങ്ങിയിരിക്കുന്നു. ഇത് ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടി നല്ലൊരു സപ്ലിമെൻ്ററി പ്രോട്ടീൻ നൽകുന്നുണ്ട്. ഇത് വൈറ്റമിൻ B12 ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് മുൻസി. വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നമുക്ക് ഫ്രഷ് സ്നെയിൽ നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടി, സോൾട്ട് ഇട്ട് ബോയിൽ ചെയ്ത് അതിൻ്റെ ബ്ലാക്ക് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് ഉപ്പിട്ട് വെച്ച് അതിൻ്റെ എല്ലാ ഡേർട്ടിയും കളഞ്ഞ് വാഷ് ചെയ്ത് നമുക്ക് കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ എനിക്ക് റെഡിമെയ്ഡ് ക്യാൻഡ് കുക്ക് റെഡി ടു ഗോ ആണ് കിട്ടിയത്. അപ്പോൾ അത് ഞാനെടുത്ത് ഒരു പോർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ പ്രിപ്പറേഷന് വേണ്ടി. അപ്പോൾ നമുക്കത് പ്രിപ്പറേഷന് വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് വേണമെന്ന് നമുക്ക് നോക്കാം. ഏതാനും ഇൻഗ്രീഡിയൻറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അല്പം ജിഞ്ചർ ഗാർലിക് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അല്പം റെഡ് ഒനിയൻ, അതിലേക്ക് ചോപ്പ് ചെയ്ത ഒനിയൻ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അല്പം ചില്ലി സ്ലൈസ്ഡ്, വേറെ ചില്ലി പൗഡർ ഒന്നും ഉപയോഗിക്കുന്നില്ല, ചില്ലി സ്ലൈസ് മാത്രം, ഗ്രീൻ ചില്ലി മാത്രം, റെഡ് ചില്ലി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അല്പം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അല്പം ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സ്നെയിൽസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം അത് നന്നായിട്ട് ഒരു ബൈൻഡിങ് ഒക്കെ ആയതിനു ശേഷം നമുക്ക് അല്പം ലെമൺ ജ്യൂസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം ലെമൺ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം ക്രാക്ക് പെപ്പർ ചേർക്കാം. അപ്പം ഫൈനലി നമുക്ക് ഫിനിഷിംഗ് ഇതായിട്ട് അല്പം കോക്കനട്ട് മിൽക്ക് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് വിടണം. ഇപ്പം നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ടു ഗോ ആണ്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്പം കൊറിയാണ്ടർ ലീവ്സ് ഗാർണിഷായിട്ട്, മല്ലിയില നമുക്ക് ഗാർണിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ സ്നെയിൽസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം അടുത്തൊരു വീഡിയോ, നല്ലൊരു വീഡിയോയുടെ കാണാം. താങ്ക് യു വെരി മച്ച്.